പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണം. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. പ്രഭാഷകൻ 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ
10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ഒരു രസം ഈ വചനങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫേൽ എന്ന് പറഞ്ഞൊരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കലാപ്പ് എന്ന് പറയുന്നത് അവളുടെ ഒരു സുവോളജിസ്റ്റാണ്. അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിന് ഒരു പരിധിയുണ്ട് അത് ഡെവലപ്പ്. അപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അവൾക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. അപ്പോൾ എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണാ തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിൻ്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നത്. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. അപ്പം ഈ തുലാമാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും. അപ്പോൾ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കത്തണത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവർ പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേഘണമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുകയും വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവിട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പോൾ ഇടിവിട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുക എന്നുള്ള രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ്
എപ്പോഴും അഭികാമ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈ ഓർമ്മ പോലെ അതിന് സഹായം കിട്ടേണ്ട പോലെ ഒരു സാധനമാണ്, ഒരു വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഉടമസ്ഥാവകാശമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടനെ ദൈവം നമ്മളോട് ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കത്തില്ല. ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥത അവകാശം ഉണ്ടാകത്തുള്ളൂ, ഓണർഷിപ്പ്. ആ പ്രാർത്ഥനയുടെ മേലെ സീൽ വേണം ശരിക്കും. അതാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ ചില സമയത്തൊക്കെ കളക്ടറിൻ്റെ അടുത്ത്, ഞാനൊക്കെ ഒരു ബസ് സർവീസിൻ്റെ കാര്യത്തിന് എറണാകുളം കളക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, കളക്ടറുണ്ട്. വൈകുന്നേരം 5 മണിയായി. 5 മണിയായി കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ എനിക്ക് പെർമിറ്റ് ചെയ്തു തരാൻ എന്നോട് സന്തോഷമാണ്. ഞാൻ പ്രീസ്റ്റ് ആയതുകൊണ്ട് പുള്ളി എന്നെ അത് മാനിച്ച് അദ്ദേഹം പെർമിറ്റ് ചെയ്താൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു, ഫാദർ സോറി, നാളെ രാവിലെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. എന്താണ്, എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് പോയിരിക്കുക, അതുകൊണ്ട് ഓഫീസ് സീലല്ല അവരാ വെക്കേണ്ടത്. അപ്പോൾ കളക്ടറാണെങ്കിലും നമ്മൾക്ക് തരുന്ന പെർമിറ്റിൽ സീല് വേണം. അതെൻ്റെ ഓഫീസിൻ്റെ മുദ്രയാണ്, അതോറിറ്റിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രെയർ ചെയ്യുമ്പോൾ ഒരു സീല് നമ്മളത് വേണം. നമ്മളുടെ ഓഫീസിൽ ഒരു സീല് വേണം, ദൈവത്തിൻ്റെയും ഒരു സീല് വേണം. 2 സീല് വേണം നമ്മുടെ പ്രെയറിന്. ഒന്ന് നമ്മളുടെ സ്വന്തം സീല്. കാര്യത്തെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രാർത്ഥന ആക്ച്വലി ഐ മീൻ ഇറ്റ്, ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടിത്. പല ആൾക്കാരും കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ട് പോകും. പ്രെയറിന് വരുന്ന ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നും കിട്ടില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുക, ഇങ്ങനെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. കിട്ടിയില്ല ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുമോ മനുഷ്യന് എന്നതിന് ഒക്കട്ടെ. ഇതുപോലെയുള്ള ഈ അഴകുഴമ്പം പ്രാർത്ഥനകളാണ് പണി മേടിക്കുന്നത്. ഇപ്പോൾ പ്രെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് മുമ്പ് ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യത ഉണ്ടാകണം. കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രത്യേകിച്ച് ഹയർ നമ്മൾ ഈ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ ഹയർ അതോറിറ്റിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചു വാരി വയ്യാവേരി സംസാരിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് കാര്യങ്ങളാണ്. അതിന് വിതിൻ നോ ടൈം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രൊഫഷണലിസം അതാണ് എൻ്റെ. നമുക്ക് അല്ലെങ്കിൽ അവർ തന്നെ പിയൂൺ വന്ന് നമ്മളെ പൊക്കി മാറ്റും, ഓഫീസിൽ മാറ്റും. ആ ടൈം കഴിഞ്ഞ് നമ്മളുടെ ആ ടൈം ഒരു ഭയങ്കര സീരിയസ്. അതുപോലെ തന്നെയാണ് ദൈവദൃശ്യനിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് തിരിച്ച് ചോദിക്കും നമ്മൾ, ആക്ച്വലി ഡു യു മീൻ ഇറ്റ്? ഇതിനകത്ത് പണി കിട്ടിയ ആൾ ശബരി പുത്രന്മാരുടെ അമ്മയാണ്. ശബരി പുത്രന്മാരുടെ അമ്മ യു ടേക്ക് ദാറ്റ് പാസേജ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും ഒരു മകൻ വലതുവശത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രെയർ വെക്കും. പക്ഷേ അപ്പോൾ ഈശോ എന്താ ചോദിക്കണത്? അതായത് മർക്കോസിൻ്റെ സുവിശേഷം 10:38, മർക്കോസിൻ്റെ സുവിശേഷം 10:38 വാക്യം വായിച്ചോളൂ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്നാ ചോദിക്കണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ രൂപപ്പെട്ട് വന്നത്. ശബരിപുത്രന്മാർക്ക് അമ്മയ്ക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വയം ഉണ്ടായിട്ടുള്ള ഒരു സ്വയംകൃതമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഒരു സമ്മർദ്ദ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദങ്ങൾ എന്ന് വെച്ചാൽ എന്താ കാര്യം വെച്ചാൽ പത്രോസിന് തലേ ദിവസം താക്കോൽ കൊടുത്തതാണ് പ്രശ്നമായത്. അപ്പോൾ പത്രോസ് താക്കോൽ കൊടുത്തപ്പോൾ ഈ സെബദീപുത്രന്മാർ ഇടിവെട്ട് പാടില്ല, പേര് തന്നെ ബൊനർഗസ് ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. എവിടെ ചെന്നാലും ഇടിവെട്ട് പരിപാടിയെ കാണിക്കത്തുള്ളൂ. അതാണ് ആ സമരക്കാരെ കൊല്ലാനൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം അവിടെ കയ്യിരിപ്പതാണ്. അതിന് പറ്റിയ അമ്മയുമാണ് അവർ. അപ്പോൾ മക്കൾക്ക് പറ്റിയ അമ്മക്ക് പറ്റിയ മക്കളാണ്. പക്ഷേ വലിയ കുഴപ്പക്കാരല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിവാശിയായിട്ട് നിൽക്കണമല്ല, അങ്ങനെ കർത്താവ് എടുക്കത്തില്ലല്ല. പക്ഷേ തങ്ങൾക്കൊന്നും കുറഞ്ഞു പോകരുതെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവിടെ പണിയായി, ആപ്പാട് താക്കോലുണ്ടായിരുന്നൊക്കെ പത്രോസിന് കൊടുത്തെന്ന് കേട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേടത്ത് വിറഞ്ഞ് തല്ലിക്കിട്ട് വരണത്. അപ്പോൾ കർത്താവിനോട് പറയും, നിൻ്റെ നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പത്രോസിനാണ് ഇവിടെ പറഞ്ഞത്. അത് ചേടത്തി ആ സാധനം ഈശോ അത് പറഞ്ഞെങ്കിലും ചേടത്തി അതിനൊരു പുല്ല് വില കൊടുത്തത്. പിന്നെ താക്കോൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകന് ഞാൻ മേടിച്ചിരിക്കും, വേറെ വിഷയം എൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് പറയും. അവർ 10 ദിവസം കൊടുത്താൽ മേടിച്ചൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന്. അവരുടെ വരവ് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അവർ വരണത്. അവർ പറഞ്ഞ താക്കോൽ ഒരെണ്ണം ഉണ്ടായത് കൊടുത്തു പോയെന്ന്, അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും.
ഇവിടെ താക്കോലൊരെണ്ണം അവിടെ അങ്ങനെ വല്ല പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ എൻ്റെ മകന് ഒരെണ്ണം കിട്ടണം. ഒന്ന് കിട്ടിയാൽ പോലെ എനിക്ക് 2 മക്കളാണ് ഉള്ളത്, അവനെയും കൊടുക്കണം ഒരെണ്ണം. അപ്പോൾ ഇവർ എടുത്ത് പാവപ്പെട്ടവൾ ഒരു സിമ്പിൾ ലേഡിയാണ് അവർ സിമ്പിൾ ലേഡിയാണ്. കാര്യം അവരങ്ങനെ ഇതെല്ലാം ഒരു ഉപദ്രവകാരിയല്ല. കാര്യം ഉപദ്രവകാരിയാണെങ്കിലേ അവർ സമ്പത്ത് വിറ്റ് കർത്താവിന് കുറേ പൈസ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈശോയുടെ ഈ ശിഷ്യന്മാർക്ക്. അതാണ് അവർക്ക് അത്രയും വിറയണതിൻ്റെ കാര്യം. സലോമി എന്ന ഇവരുടെ പേര്. സലോമി അങ്ങനെ വരണത് വെറുതെ വന്നതല്ല. സലോമിക്ക് ഇവിടെ കുറച്ച് ക്ലെയിംസ് ഒക്കെ ഉണ്ട്. കുടുംബ വസ്തുവൊക്കെ വിറ്റ സമയത്തെ അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ ഇവിടെ നിൽക്കണ കാരണം അവർ കർത്താവിൻ്റെ ആ ഒരു സമൂഹത്തിന് വേണ്ടി പൈസ ഉദാസനെടുത്ത് പറഞ്ഞാൽ ഇരിക്കണത് അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് കൊടുക്കാനുള്ളത് സലോമി കൊടുത്തതാണ്. പക്ഷേ ഇപ്പം കിട്ടാനുള്ള കാര്യം വന്നപ്പോൾ തെങ്ങും ചാരിയുന്നവൻ മണ്ണുങ്ങളായിരുന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ 10 വർഷം സംഭവം കൊണ്ടുപോയി. ഇതാണ് ചേടത്തിക്ക് വിറഞ്ഞത്. ചേടത്ത് നേരെ വന്നിട്ട് പറയും, എൻ്റെ ഒരു മകൻ ഇവിടെ ഇന്നലെ ആണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, രാജ്യം സ്ഥാപിച്ചെന്ന് താക്കൂർ കൊടുത്തെന്നൊക്കെ പറയുന്നത് ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണം. അപ്പോൾ എന്താണെന്നുള്ളതൊരു പിടി കിട്ടിയിട്ടില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതാണ് ഈശോ ചോദിക്കണത്. നീ എന്താണ് ചോദിക്കണതെന്ന് നിനക്ക് തന്നെ അറിയാവോ? അതാണ് 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചേർത്തിക്ക് അറിയത്തില്ല എന്താണ് ചോദിക്കണമെന്ന്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൈവദർശനെ പല കാര്യങ്ങൾ ചോദിക്കും, പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യം ശരിക്കും നമ്മളത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. ഉടമസ്ഥത, പ്രാർത്ഥനയുടെ ഉടമസ്ഥത ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ 2 വീട്ടിൽ ഒരു മകനുണ്ടെന്ന് വിചാരിച്ചു, വേറെ ആരുമില്ല, അപ്പനും അമ്മയും ഉണ്ട്, അവിടെ വീട്ടിൽ താമസിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? എല്ലാവരും 2-3 നില വീടൊക്കെ നോക്കണം, വെറുതെ വെക്കണേ വീടൊക്കെ. 3 നിലയെന്ന് പറയുന്നത് 2 നില തുടങ്ങിയിട്ട് എഞ്ചിനീയർമാരത് 3 നിലയാക്കി കൊടുക്കും അവർക്ക്. അത് കുഴപ്പമില്ല. ഒരു 10-50 ചാക്ക് സിമെൻറ്റും ഒരു 500 കിലോ കമ്പി ഇറക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. എവിടെ അങ്ങനെയാണ് അവർ പറയണത്. നമുക്കിത് 3 നിലയൊക്കെ എന്താ കുഴപ്പമിരിക്കണം? 10-50 ചാക്ക് സിമെൻറ്റ് ഒരു 500 കിലോ കമ്പി ഉണ്ടെങ്കിൽ സംഭവം കുറച്ച് മണിക്കൂർ ഉണ്ടെങ്കിൽ പണി തീരുമെന്ന് പറയും. അപ്പോൾ പക്ഷേ എന്തിനാ പറയണത്? 2 നില കഴിഞ്ഞാൽ ബാക്കി സാധനം ആണ് ഇത്. അപ്പോൾ അത് 3 നിലയാക്കി കൊടുക്കും. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയെങ്കിലും വീട് വെക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫയൽ ചോദിക്കുമ്പോൾ പറയും, ഞാൻ വെച്ചതാണ് അവിടെ കാണുന്ന ആ ജംഗ്ഷനിലുള്ള വീട്, ആ 3 നില വീട്. അപ്പോൾ 3 നില വീടെന്ന് പുള്ളിയുടെ ബയോഡേറ്റ കൂട്ടാൻ വേണ്ടി നമ്മൾ ദുർവിനിയോഗിക്കുകയും എഞ്ചിനീയർമാർ പലയിടത്തും അങ്ങനെ ചെയ്യണത്. അത് അങ്ങേരുടെ ഫോറോളിയോ, അതായത് അങ്ങേരുടെ റെസ്യൂം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബാങ്കുകാരുടെ കൊണ്ടുപോയി നമ്മളെ ചേടിച്ചിട്ട് ഈ തേനീച്ചക്കുള്ള പരിപാടിയൊക്കെ കാണിക്കും. അതായത് ആറ്റക്കിളിക്ക് ഒരു പരിപാടിയുണ്ട്. ഈ മിന്നാമിനിങ്ങനെ കയറി പിടിക്കും. മിന്നാമിനിങ്ങനെ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദ്യമേ ആറ്റി പോയി കൊക്കിൽ ചെളി എടുത്തിട്ട് ഈ ആറ്റക്കൂടിനകത്ത് ചെള്ള ഒട്ടിച്ച് വെക്കും. ഇത് മിന്നാമിനിങ്ങനെ പിടിച്ചിട്ട് രാത്രി മിന്നാമിനിങ്ങിൻ്റെ തല കൊണ്ടുവന്ന് ചിലയിടത്ത് കുത്തി വെക്കും. അപ്പോൾ മിന്നാമിനിങ്ങനെ ഇങ്ങനെ പുറകെ ഇരുന്നുകൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. ഈ പരിപാടി പല ആൾക്കാരും കാണിക്കും. അവരവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി അവരുപയോഗിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മകനേ ഉള്ളവിടെ അല്ലെങ്കിൽ താമസിക്കാനുള്ളത്. അപ്പോഴേ ഇത് 3 നില വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പകിട്ട് തോന്നും. 3 നിലയാണ് താഴേക്ക് ഇടന്ന് നിൽക്കുക. പക്ഷേ പഞ്ചായത്തുകാർ പറയും, ഉടനെ പഞ്ചായത്തുകാർ പറയും, പിന്നെ പഴയ കാര്യമില്ല, ഇപ്പോൾ പുതിയ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്തല്ല കോർപ്പറേഷനാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കിഡ്നി അടിച്ചുകൊണ്ട് പഞ്ചായത്തുകാർ പോകും. എന്താ സംഭവം? നമ്മളൊക്കെ കോർപ്പറേഷൻ അല്ലേ, അടിപൊളി സൂപ്പർ പരിപാടിയല്ലേ എന്ന് വെച്ചാൽ ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ ടാക്സ് അതിൻ്റെ ഇരട്ടി കൂടി 3 നിലക്കുള്ള, അതായത് ഇവിടെയെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല. ഇങ്ങനെ അക്കടികൾ മനുഷ്യനെ പറ്റിക്കൊണ്ടേയിരിക്കും. കാര്യം മനുഷ്യന് വാനിറ്റി ഉണ്ട്. വാനിറ്റി, അതായത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഈ സാധനത്തിനാണ് ലോകാരൂപി എന്ന് പറയുന്നത്. ലോകാരൂപി. അപ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല, 3 നിലയെങ്കിൽ 3 നില പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതൊക്കെ മൗന സമ്മതം കൊടുക്കുമ്പോൾ ഇതിൻ്റെ വരുന്നൊരു വിഷയം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് നമ്മുടെ അവയവം വിറ്റാലും പോലും കാശ് തീരാത്ത രീതിയിലുള്ള ടാക്സ് വരും. കാര്യം അതിൻ്റെ എന്ത് സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ടൈൽസാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഗ്രാനൈറ്റാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അനുസരിച്ച് ടാക്സ് അതനുസരിച്ച് സ്ലാബ് വരണത്. അപ്പോൾ കാശ് മിച്ചമുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ചെയ്ത് വെക്കണത്. കുറേ കാശ് മിച്ചമുള്ള ആൾക്കാർ, അത് അവർക്ക് അല്ലെങ്കിൽ ടാക്സ് പ്രോബ്ലം ഒക്കെ ഉള്ളവർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് അവർ വീട് തന്നെ വെക്കും. അപ്പോൾ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. കാര്യം അവർ വേറെ രീതി ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഗിമിക്ക് കാണിക്കാതെ ബിസിനസ് പൈസ കയ്യിലുണ്ടെന്നൊന്നും അറിയത്തില്ല. അല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബിസിനസ്സിന് പകരം. പക്ഷേ വെറുതെ അവനവരുടെ ജോലി അനുസരിച്ച് വെറുതെ നിൽക്കുന്നവന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ റിസെപ്റ്റിവിറ്റി എന്നൊരു സംഭവമുണ്ട്. പ്രാർത്ഥനയിലുള്ള സംഭവമാണ് റിസെപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ സ്വീകാര്യക്ഷമത, ദൈവ അനുഗ്രഹത്തിൻ്റെ സ്വീകാര്യക്ഷമത.
ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാലും നമുക്ക് സ്വീകരിക്കാനുള്ള പാത്രം നമ്മുടെ കയ്യിലുണ്ടാകത്തില്ല. അതാണ് റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 14:17 യോഹന്നാന്റെ സുവിശേഷം 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഈ ലോകം അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് ഇപ്പോൾ ഈ 3 നില വീടിൻ്റെ വല്ല കാര്യമുണ്ട്. പക്ഷേ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വേറെ ആരും ഇതുപോലെ ഈഫൽ ഗോപുരം വെക്കരുത്, അങ്ങനെ പല ഐഡിയയാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത്. ഇനി ഇവിടെ ആരെല്ലാം കേവലം വിളിച്ച് കാനഡയിലും അമേരിക്കയിൽ എവിടെ പോയാലും ശരി 3 നില വീട് ഈ നാട്ടിൽ വെക്കരുത്. ഞാൻ തന്നെ വേളു കൃഷ്ണൻകുട്ടിയുടെ കഥാപാത്രം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ഈ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പം നിങ്ങൾ മറ്റേ ആ ചേട്ടത്തിയോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ചോദിക്കണതെന്ന്. ദാറ്റ് മീൻസ് പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവരെടുക്കണില്ല, അവർക്കില്ല. കാര്യം അവർക്ക് അറിയത്തില്ല അവരെന്താണ് ചോദിക്കുന്നതിനെക്കുറിച്ച്. 18:30 അതാണ് 10:38 മർക്കോസിൻ്റെ സുവിശേഷം 10:38 അതാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവർക്കില്ല. അവരുടെ പേരിലല്ല ആ പ്രാർത്ഥന. ഇപ്പോൾ തന്നെ സബദി പുത്രന്മാരുടെ അമ്മയുടെ ആ പ്രാർത്ഥന അമ്മയുടെ പേരിലല്ലല്ലോ. പത്രോസിന് താക്കോൽ കൊടുത്തതിൻ്റെ പേരിലുണ്ടായിരുന്ന സമ്മർദ്ദ വിഷയമാണ്. സമ്മർദ്ദ വിഷയം വരുന്ന വിഷയം എന്ന് വെച്ചാൽ അത് ഫിലിപ്പിയർ 2:3 ഒരു വാക്കുണ്ട്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വീട് വെക്കണ കാര്യം മാത്രമല്ല, കല്യാണമുണ്ട്, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, പഠനമുണ്ട്, യാത്രയുണ്ട്, വീടുണ്ട്, സ്കൂൾ, അത് നമ്മുടെ വസ്ത്രമുണ്ട്, ചെരിപ്പുണ്ട്, എല്ലാം. പള്ളിയിലൊക്കെ വന്ന ആൾക്കാർ എന്താ നോക്കണത്? പുതിയ ബ്രാൻഡ് ഏതാണെന്നല്ലേ നോക്കണം, ചെരുപ്പേരൊക്കെ നോക്കണത്. ചെരുപ്പ് കാണാനുമില്ല. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ നമ്മളെ ചെരുപ്പ് കാണത്തില്ല. എല്ലാ പള്ളിയിലും ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇരുന്ന പള്ളിയിലൊക്കെ. അതാണ് ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കത്തില്ലേ, ആത്മരക്ഷയ്ക്ക് വന്നപ്പോൾ പാദരക്ഷയും കൊണ്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം. കാര്യം ആൾക്കാർ നല്ലത് നോക്കി എടുക്കുകയാണ്. ഇത്രയേ ഉള്ളേ ഈ ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ, റിസെപ്റ്റിവിറ്റി അത്രയേ ഉള്ളൂ. പള്ളി കവാടത്ത് വരുമ്പോൾ തന്നെ ഒരു മെച്ചമായ സാധനം കാണുകയാണെങ്കിൽ ആ സാധനം പിന്നെ കാണത്തില്ല. നമ്മൾ എല്ലാവരും ഒന്നല്ല, 1-2 പേരൊക്കെ ആ ടൈപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസെപ്റ്റിവിറ്റി ഒരു പ്രശ്നമാണ്. അതായത് ഒന്ന് പ്രാർത്ഥനയുടെ ഉടമസ്ഥത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അഥവാ ലഭിക്കാൻ പറ്റിയ കാര്യങ്ങളെ ചോദിക്കാവൂ. ആ ചേട്ടത്ത് ചോദിച്ചത് ലഭിക്കാൻ പറ്റിയ കാര്യമല്ല. അതാണ് ഈശോ ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ചേട്ടത്ത് നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയയും ഇല്ലല്ലോ. അവരെ ഉടമസ്ഥയില്ല. കാര്യം ഇത് മത്സര പ്രാർത്ഥനയാണ്. കാര്യം ഇന്നലെ എന്തോ സംഭവിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ 10 ദിവസം താക്കോൽ കൊടുത്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ മത്സര ബുദ്ധിയോട് കൂടുവെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ വീട് വെക്കണ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും വ്യർത്ഥ അഭിമാനം തന്നെ ഉണ്ട്. നല്ല അഭിമാനമുണ്ട്. കാര്യം ദൈവത്തെ മുൻനിർത്തി അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. 1 കൊരിന്ത്യൻസ് 1:31 എന്താണ് ഏറ്റു പറഞ്ഞേ? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥ അഭിമാനം. ദൈവത്തിലാണ് അഭിമാനിക്കണം നമ്മൾ. അതുകൊണ്ടാണ് അല്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ അഭിമാനത്തെക്കുറിച്ച് പറയുന്നത് വ്യർത്ഥാഭിമാനം എന്നാണ്. ബൈബിൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് വ്യർത്ഥാഭിമാനം. അതുപോലെ തന്നെ വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, തർക്കങ്ങൾ വെച്ചാൽ വ്യർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇല്ലാത്തതെന്ന് എൻ്റെ അർത്ഥം അല്ലേ? വ്യർത്ഥം, അർത്ഥമില്ലാത്തത്. അപ്പോൾ പല കാര്യങ്ങളും ചില തർക്കങ്ങളൊക്കെ ഇല്ലേ. ചില ആൾക്കാർക്ക് രാത്രിയും പകലും തർക്കിക്കണ കാലം. അപ്പോൾ ചില ആൾക്കാർ പോയി ഉറങ്ങും. എന്താ കാര്യം? ഇതിൽ കഥയൊന്നുമില്ലെന്ന്. കഥയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണ, കോഴി കാർക്കിക്കണ പോലെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ തർക്കിക്കും. മോഡിയാണ് വലുതെന്ന് പറഞ്ഞപ്പോൾ ചിലർ അല്ല മറ്റേ പുട്ടിനാണ് വലുത്. ഇവർക്കെല്ലാം വേണ്ടത് ദൈവത്തെ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കുകയല്ല. പക്ഷേ ഭൂമിയിലെ രാജാക്കന്മാർ ആരായാലും അവർ ദൈവങ്ങളല്ലല്ലോ, ശരിക്കും ദൈവമല്ലല്ലോ. അപ്പോൾ അവരാരായാലും ശരി. ഇപ്പോൾ ചില പറയും ഈ എളിയ ജീവിതം, ഇപ്പോൾ കേജ്രിവാളിൻ്റെ അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഇട്ട് സാധാരണ മനുഷ്യപ്പ് നടക്കുമ്പോൾ അത് അങ്ങേരാണ് വലുതെന്ന് പറയും. അപ്പോൾ മോഡി നല്ല ഷർട്ട് വാങ്ങിച്ച് നടക്കുമ്പോൾ അത് മോശമാണെന്ന് പറയും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ അവരുടെ അണികൾ ഓരോരുത്തരും അവരുടെ നേതാക്കന്മാരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. ഇതിനാണ് വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കരുതെന്ന് ബൈബിൾ പറയണത്. കാര്യം വ്യർത്ഥമായ കാര്യങ്ങൾ അഭിമാനം കൊള്ളുക. വ്യർത്ഥമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ നമ്മളുടെ ഈ യുക്രൈൻ പിടിച്ചെടുക്കണത് കൊണ്ട് പുള്ളിയുടെ കാലം തീരാൻ പോവുകയാണ്, പുടിൻ്റെ കാലം. അപ്പോൾ അതൊക്കെ മുമ്പ് യുക്രൈൻ പിടിച്ച് ഇതിൻ്റെ ഭാഗമാക്കിയെടുക്കുക. യുക്രൈൻ മൊത്തം കിട്ടത്തില്ലെങ്കിലും കുറച്ച് ഭാഗം എടുത്ത് വെക്കുക.
അപ്പോൾ അത് അങ്ങനെ ഒരു വ്യർത്ഥാഭിമാനത്തിലാണ് ഈ മനുഷ്യൻ ആയിരങ്ങളെ കൊന്നു കൂട്ടുന്നത്. അതുകൊണ്ടാണ് ചിലർ പറയണത് ഇത് ഭ്രാന്താണെന്നൊക്കെ പറയാൻ കാര്യം ഇതാണ്. നമ്മുടെ ഇന്ത്യൻ മീഡിയ ഒന്നും പുടിനെ പറയാത്തതിൻ്റെ കാരണം നമുക്ക് നയതന്ത്ര ബന്ധം കുറേ കൂടിയ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് കൂടുതലായതുകൊണ്ടാണ് ഇന്ത്യൻ മീഡിയ വിഷയത്തിൽ. പക്ഷേ ഒത്തിരിയേറെ ഈ അവസാന കാലങ്ങളിൽ ആവശ്യമില്ലാത്ത അടിച്ചേൽപ്പിച്ച യുദ്ധത്തിൽ ഒത്തിരിയേറെ പാവപ്പെട്ടവർ മരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷയം അറിയണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീലങ്ക അതിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് കുറേ കടം ചോദിച്ചിട്ട് 7,000 കോടി രൂപ കഴിഞ്ഞ ദിവസം കൊടുത്തു. കാര്യം അവിടുത്തെ അപ്പോൾ തുറമുഖം നമുക്കത് കുറച്ച് ലീസിന് കിട്ടുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് തർക്കങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഈ ഒരു സംഭവത്തിൽ വേറെ ഒരു ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ ശ്രീലങ്കയിലെ ആൾക്കാർ വലിയ AK-47 ആയിട്ട് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ കയറി അവിടെയും ഇവിടെ ആലപ്പുഴയും ട്രിവാൻഡ്രത്തും കാസർഗോഡൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ചേട്ടനെ അപ്പനൊക്കെ അവർ ശ്രീലങ്കക്കാരെ വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ? ജീവിതം കൊണ്ട് ഓടിപ്പോകത്തില്ലേ? കാറിക്കൂവിയത് ഇത് തന്നെയല്ല യുക്രൈനിലെ സ്ഥിതി. യുക്രൈൻ എന്ന് പറഞ്ഞ ആ കുഞ്ഞു രാജ്യത്ത് ഈ വലിയ രാജ്യക്കാർ വന്നിട്ട് ബോംബ് വെക്കുകയാണ്. സ്വന്തം അപ്പനൊക്കെ മരിച്ചു വീണ സ്വന്തം മകളൊന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ച നോക്കി ആര് സഹിക്കും ഇത്? നമ്മൾ യുക്രൈന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ആൾക്കാരുടെ ഫീലിംഗ് എന്താണെന്ന് അറിയണം. കാര്യം അപ്പുറത്തെ രാജ്യത്തുള്ള ആൾക്കാർ ഒരു സുപ്രഭാതത്ത് വലിയ AK-47 പീരയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള വീടൊക്കെ അടിച്ചു പൊളിക്കണം, പള്ളിയൊക്കെ പൊളിക്കണം. നമ്മളവിടെ സമാധാനം നിന്ന് ജീവിതത്തിൻ്റെ അടുത്ത അതിർത്തിയിലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാതെ നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ കൊന്ന് കൊലവിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാരകീയ കിരാതമായ സംഭവം ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിലൊക്കെ നടക്കുന്ന കാട്ടുനീതി. ഇപ്പോൾ ചില ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ, ഒരു പുലി പിടിക്കുമ്പോൾ അത് ആനിമൽ പ്ലാനറ്റിൽ കാണുമ്പോൾ ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് കാണത്തില്ലേ? അതിനേക്കാൾ എത്രയോ 10,000 മടക്കിന് കിരാതമായ സംഭവങ്ങളല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഈ സമയത്ത് ഒന്ന് ഓർക്കണം. അവിടുത്തെ കുഞ്ഞുങ്ങളെ പപ്പ മരിച്ചായിട്ട് അറിയാതെ കിടന്ന് ഉറങ്ങണ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഭക്ഷണം ഇപ്പോൾ കൊണ്ടുവരുന്നത് കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. തമ്മിൽ കണ്ട് പിരിയാഞ്ഞിട്ട് ദിവസങ്ങളായിട്ട് കാണാത്ത അമ്മയും മക്കളുണ്ട്. അവരൊക്കെ ബാങ്കേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥ, ആ നാരകം പിശാച് താണ്ഡവമാടുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ എത്രയും വേഗം അവിടെ എത്തി യേശുവിൻ്റെ ശക്തി ആ മേഖലയെ പ്രസരിച്ച് തിന്മ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യുക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മാനസാന്തരം പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം, ഹല്ലേലൂയ, രക്ഷയും നായാട്ട് പോലെയുള്ള മനുഷ്യ വേട്ടകൾ മധ്യസ്ഥത കൽപ്പിക്കുന്ന സമാധാനത്തിലൂടെ തിരിച്ചു വരിക. അവർക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടിക്കൊണ്ട് സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഒന്നാമത്തെ കാര്യം എഫിക്കസി ഓഫ് പ്രയറാണ് നമ്മുടെ ധ്യാന വിഷയം. ഉടമ്പടിയിലൊക്കെ നമ്മൾ കാര്യം വെക്കുമ്പോഴും അത് പുതുക്കുമ്പോഴും നമ്മൾക്ക് അതിനെ പോലെ ഉടമസ്ഥത ഉണ്ടാകണം. ഈ വിഷയം നടക്കണം, ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്, ഇത് കിട്ടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഷാർപ്പായിട്ടുള്ള ഒരു കോൺഷ്യസ് ഈ വിഷയത്തിലുണ്ടാകണം. അല്ലാതെ ഒക്കട്ടെ കിട്ടിയാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് വെക്കരുത് ഒരിക്കലും. കാര്യം നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അലങ്കാരമായ കാര്യങ്ങളല്ല. പല ആൾക്കാരും അലങ്കാരം കൂട്ടാനാണ് നോക്കണത് ഇല്ല. ഇപ്പോൾ കാറിൻ്റെ ബ്രാൻഡ് കൂടുമ്പോൾ അലങ്കാരമായി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സംഭവം നമ്മൾ ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർ കടം വാങ്ങിച്ചിട്ട് അലങ്കാരം ചെയ്യും. അത്യാവശ്യ കാര്യങ്ങളാണ്. കാര്യം ഈ അത്യാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഉപരി വിദ്യാഭ്യാസം അത്യാവശ്യ കാര്യമാണ്, വളരെ അത്യാവശ്യ കാര്യമാണ്. കാര്യം കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അത് ഭയങ്കര കുറച്ചുകൂടി ആവശ്യമായിട്ടുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മാറ്റാൻ പറ്റും അത്രയും ആൾക്കാർ പഠിപ്പിക്കും. അല്ലെങ്കിൽ അവരെ കൈത്തൊഴിലെങ്കിലും പഠിപ്പിക്കും, ചെയ്യണ ജോലി ഭംഗിയായിട്ട് പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് തോന്നിയിരിക്കണ ഇതാണ്, പ്രാർത്ഥന മതിയായ ഒരവസ്ഥ ഒരിക്കലും വരത്തില്ല. ഭക്ഷണം മതിയായ ഒരവസ്ഥ ഉണ്ടാകും.
ഇല്ലേ? നമ്മൾ പന്തിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ വിളമ്പുകാർ കുറേ ഉണ്ടാകത്തില്ലേ? അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഈ ബൊഫേ ആണെങ്കിൽ പോലും അവിടെ കുറേ സാധനമൊക്കെ വെച്ചാലും ആവശ്യത്തിനല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കാര്യം ഈ ഭക്ഷണം എത്ര മനോഹരമാണ്, എത്രയും രുചികരമാണെങ്കിലും അതിനൊരു മതിയായ അവസ്ഥ ഉണ്ട്. എപ്പോഴായാലും ഒരു മതിയായ അവസ്ഥ ഉണ്ട്. ഇതുപോലെ പക്ഷേ പ്രാർത്ഥനയ്ക്കൊരു മതിയായ അവസ്ഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വിഷയങ്ങളാണ് അതിലാണ് നമ്മൾ ദാരിദ്ര്യം, വിഷയദാരിദ്ര്യം ഭയങ്കരമാണ്. പ്രാർത്ഥനയുടെ വിഷയമല്ലേ അത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ വളരാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ വിഷയദാരിദ്ര്യമാണ്. ഒരു കാര്യം വിഷയദാരിദ്ര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല. നമ്മളുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, അവരുടെ പഠനമുണ്ട്, അതുപോലെ അവരുടെ PR ഉണ്ട്, TR ഉണ്ട്, അവരുടെ IELTS ഉണ്ട്, നമ്മുടെ വിഷയം തീർന്ന്. ഇത്രയേ ഉള്ളൂ. വളരെ ഈ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന വിഷയമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അലോട്ട്മെൻറ്റ് കുറഞ്ഞു വരുന്നത്. ബ്ലെസ്സിങ് അലോട്ട്മെൻറ്റ് കുറവാണ്. എന്താ കാര്യം? പ്രാർത്ഥന ചുരുക്കമാണ്. നമ്മുടെ വനച്ചുരുക്കമൊന്നും പറഞ്ഞ സംഭവമില്ലേ? ഇല്ലേ? അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്കുണ്ടായിരുന്ന വനം 88% വനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ 18%, 100% വനത്തിൽ 18% അവർ വിട്ടുവിറ്റി. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ 60% വനങ്ങൾ നമ്മൾ വെട്ടിയിട്ടുണ്ട്, പ്ലാന്റേഷൻ ആക്കിയിട്ടുണ്ട്. ബാക്കി അതിനാണ് വനച്ചുരുക്കം എന്ന് പറയുന്നത്. 35% വനങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് കളഞ്ഞ്. ഇത് വലിയ കിരാതമായ ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വനച്ചുരുക്കം എന്ന് പറയും. വനച്ചുരുക്കം. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് ശ്വാസച്ചുരുക്കം വന്നല്ലേ? ശ്വാസം എടുക്കാൻ പറ്റാവുന്ന ശ്വാസത്തിനകത്ത് ചുരുക്കം വന്ന് ഓക്സിജൻ കണ്ടെയ്നിങ് കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് നമ്മൾ കോശങ്ങൾക്കും ഓക്സിജൻ റിസപ്റ്റിവിറ്റി കുറയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനാ ചുരുക്കം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആത്മീയതയിൽ വരുന്നൊരു വിഷയമാണ്. എന്താ പ്രാർത്ഥിക്കുന്ന സബ്ജക്റ്റുകളില്ല. നമ്മുടെ മക്കൾ തീർന്ന്. പണ്ട് കുറേ സംഭവം ഉണ്ടായി. അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അപ്പൂപ്പനൊക്കെ പോയി പ്രാർത്ഥനയിലൊക്കെ മരിച്ചുപോയി. കാര്യം അപ്പൂപ്പൻ വേറെ വീട്ടിൽ താമസിക്കുകയാണ്. കാര്യം ഇപ്പം എൻ്റെ അപ്പനും എൻ്റെ അമ്മ 2 മക്കൾ പ്രാർത്ഥനാ ചുരുക്കം വരണം എന്ന സംഭവം. ഈ കുടുംബ ചുരുക്കം മാത്രമല്ല സംഭവിച്ചത്, പ്രാർത്ഥനാ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് അല്ലേ വരും. അയൽവാസി അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നാട്ടുപുറത്തുകാരെ കുറച്ച് പേർക്ക് അറിയാം. പക്ഷേ അവരങ്ങനെ അടുത്ത വീട്ടുകാർ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധാത്മാവ് വേണം. എന്നാൽ മാത്രമേ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് കിട്ടുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് മാറി ഈ കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ 14-17 അനുസരിച്ചുകൊണ്ട് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല, ലോകത്തിൻ്റെ അരൂപിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ചുരുക്കം വരും. പ്രാർത്ഥനാ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സബ്ജക്റ്റ് കുറഞ്ഞിരിക്കും. നമ്മുടെ മകൾ, അവളുടെ കല്യാണം അല്ലെങ്കിൽ അവൻ്റെ കല്യാണം, അവൻ്റെ ജോലി, ഇനി അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ചാപ്റ്റർ ക്ലോസ്. അതോട് സംഭവം തിരികെ. സഭ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ, പലരുടെയും പ്രാർത്ഥനയിൽ തിരുസഭ ഒരു വിഷയമായിട്ട് വരത്തില്ല. കാര്യം ദൈവത്തിൻ്റെയോട് അടുപ്പവും ബന്ധമൊക്കെ ഉള്ള ആൾക്കാരിലാണ് തിരുസഭ എപ്പോഴും പ്രാർത്ഥനയായത്. ഇപ്പോൾ തിരുസഭയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചുരുക്കമാണ് ഒരു കാരണം. കാര്യം നമ്മൾ തിരുസഭയെ പ്രാർത്ഥനയുടെ ഒരു വിഷയമാക്കുന്നില്ല. അത് വലിയ സീരിയസ് ആയിട്ട് വിഷയമാണത്. കാര്യം നമ്മുടെ പിതാക്കന്മാരെയോ പോപ്പിനെയോ ഇപ്പോൾ തന്നെ വിമല ഹൃദയ യുക്രൈനിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു. 84 പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിമല ഹൃദയ ഫാത്തിമ പ്രതിഷ്ഠ നടത്തിയതാണ്. ഇപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ ഫാത്തിമ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു. അപ്പോൾ അതിന് കുറച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ വത്തിക്കാൻ വന്നതിലും തന്നെ കർദിനാൾ ക്ലാരിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ വെച്ചാൽ എനിക്കത് അത്ര കണ്ടങ്ങാണ്ട് എൻ്റെ അസ്ഥിക്ക് പിടിച്ചില്ല. എനിക്ക് അസ്ഥിക്ക് പിടിക്കണമെന്ന് പിടിക്കാത്തതൊന്നും കഥയില്ല. എന്നാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വേദനയാണ്. വെച്ച് കഴിഞ്ഞാലേ ഈ നമുക്ക് ദുരന്തവും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ അമ്മയെ തിരക്കി പോകുന്ന ഒരവസ്ഥ. അല്ലാത്ത സമയത്തൊക്കെ അമ്മയെക്കുറിച്ചൊക്കെ ആവശ്യമില്ലെങ്കിലും കയറി അമ്മ സഹരക്ഷകല്ല, ആനുകൂല്യം ആരും ചോദിച്ചില്ലേ, അമ്മയും ചോദിച്ചില്ല, അപ്പനും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. വെറുതെ ഇങ്ങനെ സഹരക്ഷകല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആധ്യാത്മികയോട് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സഹരക്ഷകയാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ആർക്കും അതിനോട് പ്രത്യേകിച്ച് അതൊരു എന്താണ് ഇപ്പം അത് കറണ്ട് പരിഗണനയിലുള്ളൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് മാർക്കാണ്. യുദ്ധം വരുമ്പോൾ അമ്മയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും റിമാർക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കത്തില്ല. കാരണം ദൈവമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഒക്കേഷണൽ റിലേഷനല്ല, ഒരു ശാശ്വതമായ റിലേഷനാണ്. യുദ്ധം വരുമ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തണമല്ല, യുദ്ധം വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആദ്യകാലം മുതലേ പ്രാർത്ഥന വേണം. സഭയിലാകമാനം യുദ്ധം വരുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നതല്ല വിഷയം.
മറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പൻഡേമിക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെ വരുന്ന പ്രൊട്ടക്ഷൻ പ്രെയർ, മാസ്ക് പ്രെയർ എന്ന് പറയാം. മാസ്ക് പ്രെയർ കർത്താവ് പ്രൊട്ടക്ഷൻ പ്രെയർ തന്നിട്ടുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ബൈബിളിൽ ഏറ്റവും രസകരമായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അത് മാസ്കാണല്ല എന്നാണ്. മാസ്ക് ഇടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പുറത്തുള്ള പൊടി, രോഗാണുക്കൾ ഒന്നും നമ്മുടെ ശരീരത്തെ ആക്രമിക്കത്തില്ല. അതുപോലെ തന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ അകത്ത് കർത്താവ് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്.